ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കോക്ക് പട്ടായ യാത്രാ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയും. ബാങ്കോക്കിൽ ഞങ്ങൾ കുറച്ച് സമയം ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ ടീഷർട്ടൊക്കെ നമ്മൾ പറയുന്ന ഡിസൈനും പിക്ചറും എല്ലാം ചെയ്തു തരുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിവിടെ കുറേ ആളുകൾ വന്ന് ഇതുപോലെ വൈറ്റ് ടീഷർട്ടിൽ ഇതുപോലെയൊക്കെ പിക്ചറൊക്കെ നമ്മൾ കൊടുക്കുന്ന പിക്ചർ അവർ പ്രിൻ്റ് ചെയ്ത് തരും. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ ഷോപ്പിംഗ് മാളിലെ കാഴ്ചകൾ. ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു. 3 ദിവസം പട്ടായയിൽ താമസിച്ചതിന് ശേഷം 4ാമത്തെ ദിവസത്തെ രാത്രിയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഇത്. അപ്പോൾ ഒരു ദിവസമാണ് ഈ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഏകദേശം 5500 കിലോ വെയിറ്റുള്ള ഒരു ഗോൾഡ് കൊണ്ടുള്ള ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു അവിടെയുണ്ട്. അതാണ് ഈ കാണുന്നത്. ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയും അടുത്തടുത്തായി തന്നെയാണ് ഉള്ളത്. അപ്പോൾ 2 ബുദ്ധ ടെമ്പിൾ കാഴ്ചകളും ഒക്കെ കണ്ടു. ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്ന് എല്ലാവരും ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടാണ് പോകേണ്ടതായിരുന്നത്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന് ബാങ്കോക്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിലാണ് തിരിച്ചു പോരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ച് ഒരു ഇൻ്റർനാഷണൽ ലഞ്ചായിരുന്നു. അത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ സെൻറ്റാറയിലായിരുന്നു. അവിടുത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ ഐറ്റങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ ഈ ഇൻ്റർനാഷണൽ ട്രിപ്പ് എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ല പോയത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഈ ട്രിപ്പ് പോയത് യാത്രി എന്നൊരു ടീമിൻ്റെ കൂടെയാണ്. ഇവരുടെ ഓഫീസ് എറണാകുളം പാലാരിവട്ടത്തുണ്ട്. ആ ഒരു ഓഫീസിലെ ആളുകൾ മുഖേനയാണ് ഞാൻ ഇത് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് പോയത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഗൈഡ് ഷെറിനായിരുന്നു. ഷെറിൻ വളരെ യങ് ഒരു കുട്ടിയാണ്. എങ്കിലും ഷെറിൻ വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് യാത്രാ ക്രമീകരണങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ
ബാങ്കോക്കിൽ എത്തിയതിന് ശേഷം ഞങ്ങളെ അവിടെ വെൽക്കം ചെയ്ത് അവിടുത്തെ ഗൈഡായ ലൈലയാണ്. ലൈലയും വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരികയുണ്ടായി. അപ്പോൾ ഈ യാത്രി എന്നുള്ള ഒരു ടീമിനോടുള്ള നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. വളരെ നല്ലൊരു ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്തു തന്നതിന്. നമ്മൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടോ. കഴിച്ച ഐറ്റം എല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി, എല്ലാവരും നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ദിവസമായ അന്ന് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവരും തിരിച്ചു പോരാനുള്ള ആ ഒരു മൂഡിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ബാങ്കോക്കിലും പട്ടായയിലൊക്കെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് ഈവനിങ് ഫ്ലൈറ്റിൽ ബാങ്കോക്കിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളത്തിലേക്കും ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.